സന്ദേശ് ഖാലിയിൽ സ്ത്രീകൾ നേരിടേണ്ടി വന്ന ആക്രമണങ്ങൾ വിവരണാതീതമെന്ന് പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. അവിടെ ദുഃഖം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുമെന്നും ബംഗാൾ ഗവർണർ ജനം ടിവിയോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകുന്ന കാലത്താണ് സന്ദേശ് ഖാലിയിൽ സ്ത്രീകൾ ആക്രമണത്തിന് ഇരയാകുന്നത്. മൃഗീയമെന്ന് വിശേഷിപ്പിച്ചാൽ മൃഗങ്ങൾക്ക് പോലും നാണക്കേടുണ്ടാകും. ഷാജഹാൻ ഷെയ്ഖ് ഗുണ്ടാ തലവന്റെ നേതൃത്വത്തിലാണ് ആക്രമണങ്ങൾ അരങ്ങേറുന്നതെന്നും പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് പറഞ്ഞു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകുന്ന ഈ വേളയിൽ സന്ദേശ് ഖാലിയിൽ ഉണ്ടായ നടപടികൾ അതിനെ മൃഗീയം എന്ന് വിശേഷിപ്പിച്ചാൽ അത് മൃഗങ്ങൾക്ക് കൂടി അപമാനകരമാണ്. സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതം, അപമാനം വർണ്ണനാതീതമാണ്. ഒരു ഷാജഹാൻ ഷെയ്ഖ് എന്ന റൗഡി തലവൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നു. അവരെ എല്ലാ രീതിയിലും അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സന്ദേശ് ഖാലിയിലെ സ്ഥലങ്ങൾ താൻ സന്ദർശിച്ചതാണ്. അവിടെയുള്ള സ്ത്രീകൾ രാഖി ബന്ധിച്ചാണ് തന്നെ സ്വീകരിച്ചത്. സഹോദരിമാരുടെ മാനം കാക്കുക എന്നത് സഹോദരന്റെ കർത്തവ്യമാണ്. സ്ത്രീകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുമെന്നും ആനന്ദബോസ് വ്യക്തമാക്കി. ഈ വിവരം അറിഞ്ഞ് ഗവർണർ എന്ന നിലയ്ക്ക് ഞാനിവിടെ എത്തിയത്. 100 കണക്കിന് സ്ത്രീകളാണ് തെരുവിൽ വന്ന് അവരുടെ രോദനം വെളിപ്പെടുത്തിയത്. അവരെന്നെ പ്രതീകാത്മകമായി രാഖി കെട്ടി. ആ നിമിഷം മുതൽ അവരുടെ സഹോദരനായി മാറി. ഒരു സഹോദരൻ്റെ ചുമതലയാണ് സഹോദരിമാരുടെ മാനം കാക്കുക എന്നത്. അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മോഡി വിഭാവനം ചെയ്യുന്ന ഇന്ത്യയിൽ സ്ത്രീകൾക്ക് എന്ത് സ്ഥാനമാണോ ഉദ്ദേശിക്കുന്നത് ആ സ്ഥാനം ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ. സന്ദേശ് ഖാലിയിലെ സ്ത്രീകളെ രാജ്ഭവനിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും ഗവർണർ അറിയിച്ചു. ബംഗാളിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു ഗവർണർ CV ആനന്ദബോസ്. ജനം, കൊച്ചി.